എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ കിരണിന്റെ കല്യാണിന്റെ ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടല്ലോ. അപ്പൊ വിശേഷങ്ങളൊക്കെ ഇടാൻ താമസിക്കുന്ന ബാക്കിയുള്ള വിശേഷങ്ങളും എല്ലാം അപ്ലോഡ് ചെയ്ത് വരുമ്പോ കുറച്ച് താമസം വരുന്ന കേട്ടോ. അപ്പൊ എല്ലാവരും മറക്കാതാണ്. എല്ലാവരുടെ വിശേഷം എന്താണല്ലോ ഉറപ്പായിട്ടും തന്നെ ഞാൻ ചാനലിനകത്ത് ഇടുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇന്നത്തെ വിശേഷത്തില് സരിവ് കിടന്ന് ഉറങ്ങുന്ന സമയത്താണ് കോളിംഗ് ബെൽ അടിക്കുന്നത്. അങ്ങനെ ചെന്ന് രൂപ കഥ തുറന്നു നോക്കിയപ്പോ ചന്ദ്രസേനനും കല്യാണിയും താരയും കൂടെ നിൽക്കുന്നതാണ്. എന്തിയെ സരിയും എന്ത് ചോദിക്കണം, എന്തിയെന്ന് ചോദിക്കാം. എന്തേ അവൾ അകത്തുണ്ടെന്ന് പറയണം. പിന്നീട് അവരകത്തേക്ക് കയറുകയാണ്. അകത്തേക്ക് കയറുമ്പോൾ താരയുടെ രണ്ട് കണ്ണുകളും നിറഞ്ഞു വന്നു. താര പറഞ്ഞു, എനിക്കിപ്പോൾ സന്തോഷമായി. ഈ സമയം രൂപ പറഞ്ഞു, അതെ അറിയാലോ കാര്യങ്ങളൊക്കെ. അവളുടെ നല്ല സ്വഭാവത്തോടു കൂടി സംസാരിക്കാനും സാധിക്കില്ല. അവൾ ഉറങ്ങി കിടക്കുന്ന സമയത്ത് അവളുടെ അടുത്ത് ഇരിക്കാനോ പറ്റുള്ളൂ എന്ന് പറയാം. ചന്ദ്രസേനൻ പറഞ്ഞു, അതിനുള്ള ഭാഗ്യമെങ്കിലും ഉണ്ടായല്ലോ. ഇതുപോലും താര പ്രതീക്ഷയാണെന്ന് ചോദിക്കുക. താര അവളുടെ നേരെ നോക്കി കൈ കൂപ്പുകയാണ്. ഈ സമയത്ത് കല്യാണി വാ ഞാൻ കൊണ്ടേ കാണിക്കാന്ന് പറഞ്ഞ് മുറിയിലേക്ക് കൊണ്ടുവരികയാണ്. അങ്ങനെ കല്യാണി നേരെ രൂപയുടെ മുറിയിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ സരിയു നല്ല ഉറക്കം ഉറങ്ങുന്നുണ്ടായിരുന്നു. അങ്ങനെ അവിടെ ആക്കിയിട്ട് കല്യാണി താഴേക്ക് ഇറങ്ങി പോരുക. ഈ സമയം സരിയുവിൻ്റെ അടുത്ത് പോയിരുന്നിട്ട് സരിയുവിൻ്റെ കവിളിലും മുടിയിലും എല്ലാം തലോടുമായിരുന്നു. അങ്ങനെ തലോടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് രണ്ട് കണ്ണുകളും നിറഞ്ഞു വരുന്നുണ്ടായിരുന്നു താരയ്ക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഈ സമയത്ത് ചന്ദ്രസേനോട് രൂപ പറഞ്ഞു, അറിയാലോ ചന്ദ്രേട്ടന് സ്വഭാവത്തോടുകൂടി ഒരു കാരണവശാലും താരനെ അവിടെ അടുത്തെത്തിക്കാൻ പറ്റില്ല. അപ്പൊ എനിക്ക് ചില ഇടയ്ക്കൊന്ന് കറണ്ട് പോയതാട്ടോ, സോറി കേട്ടോ. അപ്പൊ ഇടയ്ക്ക് എനിക്കൊരു നാടകം കളിക്കേണ്ടി വന്നു. കാരണം ഞാനോട് ആയുർവേദ ഡോക്ടറോട് ചോദിച്ചിട്ട് അവള് കുടിക്കാൻ കൊടുത്ത പാലില് ഞാൻ ആ പൊടി കലക്കിയത്. അപ്പൊ അതുകൊണ്ട് കുഞ്ഞിന് പ്രത്യേകിച്ച് ദോഷങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. അവൾ സുഖമായിട്ട് കിടന്നുറയ്ക്കോളും. പെട്ടെന്നൊന്നും ഉണരാനും പോകുന്നില്ലെന്ന് പറയാം. അതൊരു നല്ല കാര്യമാണല്ലോ എന്ന് പറയാം. ശരിയാ ചന്ദ്രേട്ടൻ പറഞ്ഞ, ഇത്രയെങ്കിലും ചെയ്തു കൊടുത്തില്ലെങ്കിൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു കടപ്പാടില്ലേ താരയോട്. പാവം ഇത്രയും കാലം കുഞ്ഞിനെ കാണാതിരുന്നിട്ട് അവളുടെ ഒരു പെറ്റമ്മയുടെ സ്നേഹം എന്താന്ന് ഒരു പക്ഷെ അത് സരുവിന് അറിയാൻ കഴിയുന്നുണ്ടായിരിക്കില്ല. പക്ഷെ സാരയുടെ മനസ്സിൽ എത്രമാത്രം സന്തോഷമായിരിക്കും ഈ 10-24 വർഷങ്ങൾക്ക് ശേഷം സ്വന്തം കുഞ്ഞിനെ കാണുന്നല്ലേ. ഈ സമയം കല്യാണി അങ്ങോട്ട് വന്നേ. കല്യാണി വന്നിട്ട് പറഞ്ഞു, ആഹാ രണ്ടുപേരും കൂടെ അതിന് വർത്താനം പറഞ്ഞിട്ട് ഇരിക്കുവാണോ? ഇങ്ങോട്ട് വന്നാൽ കാഴ്ച കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോവാണ്. അങ്ങനെ കൂട്ടിക്കൊണ്ട് പോയി കഥ തുറന്നു കഴിഞ്ഞപ്പോൾ കാണുന്ന കാഴ്ച താരം മകളെയും കൊഞ്ചിച്ചിങ്ങനെ അടുത്തിരിക്കുന്നതാണ്. ആ മുടിയിലൊക്കെ തലോടി എല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ ചന്ദ്രസേന്റെ രൂപയുടെ കണ്ണു പറഞ്ഞു. രണ്ടുപേരും കൂടെ താഴേക്ക് ഇറങ്ങി വരുവാണ്. ഈ സമയം രൂപ പറഞ്ഞു, പാവം അവരെ അറിയുന്ന അവർക്ക് എത്രമാത്രം സങ്കടം ഉണ്ടായിരുന്നു ഇത്രയും കാലം. ഇത് കേട്ടപ്പോൾ ചന്ദ്രസേനൻ പറഞ്ഞു, ശരിയാ, സ്വന്തം മക്കളെ പിരിഞ്ഞിരിക്കുന്ന ഒരു അമ്മയുടെ വേദന എത്രമാത്രം വലുതാണെന്നറിയാവോ? കുറെ കാലം ഞാനും എൻ്റെ മക്കളെ പിരിഞ്ഞിരുന്നല്ലേ. രൂപ പറഞ്ഞു, ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് ഒന്നും ചന്ദ്രേട്ടൻ പറയണ്ടെന്ന് പറയാം. പെട്ടെന്ന് ചന്ദ്രസേനൻ പറഞ്ഞു, അല്ല ഇനി നമുക്ക് ഇങ്ങനെ എല്ലാവരുടെ സന്തോഷം കണ്ടിട്ട് നിന്നാ മതിയോ? നമുക്കും ഒന്നിച്ചൊരു ജീവിതമൊക്കെ വേണ്ടേ? എത്ര കാലം എന്ന് വെച്ചിട്ടാണ് ഇങ്ങനെ മാറിയിരിക്കണേ. രൂപ പറഞ്ഞേ, അതൊന്നും ഓർത്ത് ഇനി വിഷമിക്കണ്ട, നമുക്കിനി ഒരുമിച്ച് കഴിയാം. അതിനുള്ള അവസരങ്ങളൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ടെന്ന് പറയാം. ഇപ്പൊ എല്ലാവരുടെയും വിചാരം എന്താ? നമ്മൾ തമ്മിൽ നാടകം കളിക്കുവാന്നാ സരിയും ശാരിയൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കണേ. അതുകൊണ്ട് ഇനി വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാന്ന് പറയാം. ഈ സമയത്ത് കല്യാണി വന്നിട്ട് പറഞ്ഞു, പാവം ആ അമ്മയുടെ കണ്ണീരും കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. എന്നിട്ട് കഷ്ടമല്ലേ ഇത്രയും കാലത്തിന് ശേഷം അടുത്തുണ്ടായിട്ട് പോലും മകളെ ഒന്ന് കൊഞ്ചിക്കാനോ ലാളിക്കാനോ പറ്റാത്ത വല്ലാത്തൊരു അവസ്ഥ. കല്യാണി പറഞ്ഞു, എനിക്ക് അവളോട് നല്ല ദേഷ്യമുണ്ട് സരുവിനോട്. പക്ഷേ എങ്കിൽ താരാൻറ്റിക്ക് വേണ്ടി മാത്രം ഞാനിപ്പോൾ ഇങ്ങനെ ഒരു കാര്യം ചെയ്തു കൊടുത്തേ. താരാൻറ്റിയുടെ മനസ്സിൽ നമ്മൾ കണ്ടിരുന്ന് വെക്കാൻ പറ്റില്ലല്ലോ. അവൾ എത്ര ദുഷ്ടതരം കാണിച്ചെന്ന് പറഞ്ഞാലും ആ താരാൻറ്റി എന്ന് പറഞ്ഞാൽ ആ നല്ല സ്ത്രീയുടെ മോളായിട്ട് ജനിച്ചല്ലേ. അതുകൊണ്ട് മാത്രം അവളോട് ഞാൻ ഇപ്പോഴും പ്രതികാരമൊന്നും ചെയ്യാതിരിക്കുന്നത് എന്ന് പറയാണ്. പിന്നീട് രൂപ പറഞ്ഞു, ഇനിയിപ്പോൾ അതിനെക്കുറിച്ചൊന്നും മോൾ ആലോചിക്കേണ്ട കേട്ടോ എന്ന് പറയാണ്. പിന്നീട് കല്യാണി അങ്ങോട്ട് പോവാണ്. അങ്ങനെ പിറ്റേ ദിവസം നേരം എടുത്തു കണ്ണൊക്കെ തുറന്ന് ഇങ്ങനെ സരിവ് എഴുന്നേറ്റ് വരുവാണ്. എഴുന്നേറ്റ് വന്നിട്ട് ഇങ്ങനെ നോക്കിയപ്പോൾ കണ്ണാടിക്കകത്ത് മുന്നിലേക്ക് പോയി ആദ്യം നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും കണ്ണൊക്കെ എഴുതിയിട്ടുണ്ട്. കൊള്ളാലോ, കണ്ണെഴുതി പൊട്ടൊക്കെ തൊട്ട് വെച്ചിട്ടുണ്ട്. ഈ സമയത്ത് രൂപ അങ്ങോട്ട് കയറി വരുന്നത്. രൂപ അല്ല മോൾ എഴുന്നേറ്റോന്ന് ചോദിക്കുകയാണ്. അല്ല ആന്റിക്ക് ഇന്നലെ എന്നെ കണ്ടപ്പം കുറെ കാലത്തെ സ്നേഹം എന്നോട് കൂടുതൽ തോന്നിയല്ലേ എന്ന് ചോദിക്കുക. അത് നമ്മൾ അങ്ങനെ പറഞ്ഞ് കണ്ടില്ലേ എൻ്റെ കണ്ണൊക്കെ എഴുതി പൊട്ടൊക്കെ തൊടിച്ച് വെച്ചേക്കുന്നേ. കുഞ്ഞുനാളിൽ എന്നെ ആന്റി എങ്ങനെയാണോ നോക്കിയത് അപ്പൊ അതേപോലെ ഒരു വാത്സല്യമൊക്കെ എന്നോട് ഇന്നലെ തോന്നിയല്ലേ എന്ന് ചോദിക്കുക. പെട്ടെന്ന് രൂപയിലൊരു ഞെട്ടലുണ്ടായി. ഇതെല്ലാം താരയുടെ പണിയാ. പെട്ടെന്ന് രൂപ പറഞ്ഞു, ആ ശരിയാ മോളെ, കുറെ കാലത്തിന് ശേഷം മോളെ എൻ്റെ അടുത്ത് കിട്ടുന്നല്ലേ, അപ്പൊ അതുകൊണ്ട് ഞാൻ അങ്ങനെയൊക്കെ ചെയ്തേന്ന് പറയാണ്. എനിക്ക് ഒത്തിരി ഇഷ്ടമായ ആന്റി എന്ന് പറയാ. രൂപ പറഞ്ഞു, അതെ ഒരു പ്രശ്നമുണ്ടല്ലോ മോളെ എന്ന് പറയണ. എന്താ? അയാളില്ലേ, ആരാ? ആ ചന്ദ്രസേന, അയാൾ വന്ന് ഇരിപ്പണെന്ന് പറയണ ഉമ്മർത്ത്. അയാളോ? അതെ,
നടക്കാൻ ഇറങ്ങിയപ്പോൾ വന്നാണ് പോലും എൻ്റെ അടുത്തേക്ക്. എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ, അറിയാലോ ഞാനൊരു നാടകം കളിച്ചുകൊണ്ടിരിക്കുവല്ലേ. സാരില്ല ആൻറ്റി, ഞാൻ ഇപ്പം തന്നെ പൊക്കോളാന്ന് പറയണേ. മോളെ ഒന്നും വിചാരിക്കില്ലേ. അതൊന്നും ഒരു കുഴപ്പമില്ല ആൻറ്റി. ആൻറ്റിക്ക് എപ്പോഴെങ്കിലും എന്നെ കാണണമെന്ന് തോന്നിയാൽ മനുവേട്ടൻ്റെ ഫോണിലേക്ക് ഒന്ന് വിളിച്ചാൽ പറഞ്ഞാൽ മാത്രം മതി. മനുവേട്ടൻ പറഞ്ഞു വിട്ടാൽ എനിക്ക് എങ്ങോട്ട് വരാൻ വേണ്ടി സമ്മതമാണെന്ന് പറയാം. അതൊന്നും കുഴപ്പമില്ല മോളെ, മോൾ എത്രയും പെട്ടെന്ന് പൊക്കോളം പറയാം. അതാൻറ്റി അവരുള്ളപ്പോൾ എനിക്ക് ഇവിടെ നിൽക്കാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ടാ, അല്ലെങ്കിൽ ഞാൻ ഇവിടെ നിന്നേനെന്ന് പറയാം. പ്രശ്നമില്ല, മോള് ചെല്ലാനും പറഞ്ഞുകൊണ്ട് അങ്ങനെ പറഞ്ഞു വിടുമ്പം സരിയ പറഞ്ഞു, എത്രയും പെട്ടെന്ന് അവൻ്റെ കഥ കഴിക്കണം ആൻറ്റി. കിട്ടിയ അവസരം ഇത് തന്നെയാണ്, നമുക്ക് ഈ അവസരം കൂടെ മുതലാക്കിയാലോ. അത് പറ്റില്ല, അവൻ്റെ മക്കളൊക്കെ അവൻ്റെ കൂടെ ഉണ്ട്. ഇതൊക്കെ നമ്മൾ ചെയ്യിച്ചെന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ മിച്ചം വെച്ചേക്കുക. അതിനായിട്ട് നമുക്കൊരു അവസരം ദൈവം കൊണ്ടുത്തരും. ആ സമയത്ത് നമുക്ക് ചെയ്താൽ മതി എന്ന് പറയാണ്. ഈ സമയം രൂപയുടെ മനസ്സിൽ വല്ലാത്തൊരു ടെൻഷനായിരുന്നു. തൻ്റെ ചന്ദ്രേട്ടനെ കൊല്ലാൻ നോക്കും ദുഷ്ട മനസ്സാണ് ഇവളോട്. പക്ഷെ ഇപ്പൊ ഒന്നും പറയാനും ചെയ്യാനും പറ്റില്ല. അങ്ങനെ രൂപയും സരയും കൂടെ താഴേക്ക് ഇറങ്ങി വരികയാണ്. അപ്പൊ ചന്ദ്രസേന അങ്ങോട്ട് വന്നിട്ട് പറഞ്ഞു, ആഹാ ഇതാരാ, ബഹാസിന്റെ മോളോ, കൊള്ളാലോ, ഇങ്ങോട്ട് എന്തിനാ പോലും വന്നേന്ന് ചോദിക്കുക. അല്ല പിന്നെ എന്നെ കാണാൻ വേണ്ടി ഒന്നും വന്നതാന്ന് പെട്ടെന്ന് രൂപ സരീനെ നോക്കിക്കൊണ്ട് പറയാണ്. ഓഹോ കൊള്ളാലോ, ഇങ്ങനെ കാണാൻ വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ എന്തെങ്കിലും ഒരു ചതി കാണുമെന്ന് പറയാ. ചതിയോ, അതെന്താ? ബഹാസുരന്റെ മോളല്ലേ, ആ സ്വഭാവമല്ലേ ഇവള് കാണിക്കുള്ളൂ. അപ്പൊ ഒരു പക്ഷേങ്കില് രൂപയുടെ അടുത്ത് മിക്കവാറും സ്നേഹം അഭിനയിച്ച് വരുന്നേ രൂപയുടെ സ്വത്തടിച്ച് മാറ്റിയിട്ട് ചിലപ്പോൾ രൂപേനെ ഇല്ലാതാക്കുമെന്ന് പറയാം. ഇത് കേട്ട സരീവിനും കൂടെ ദേഷ്യം വന്നു. അനാവശ്യം പറയരുത് കേട്ടോ നിങ്ങളെന്ന് പറയണം. അനാവശ്യമോ, ഞാനുള്ള കാര്യമല്ലേ പറഞ്ഞേ, അതിനകത്ത് എന്താ കൊച്ചെ ഞാൻ അനാവശ്യം പറഞ്ഞേ? ആ ബഹാസുരൻ എന്ന് പറയുന്നത് നിന്റെ അച്ഛൻ ചെയ്ത പ്രവൃത്തികളൊക്കെ അത്ര പെട്ടെന്ന് മറക്കാൻ പറ്റുമോ? എത്ര കാലം എന്ന് വെച്ചാ ഞാൻ എന്നെയും രൂപേനെയൊക്കെ അകറ്റി നിർത്തിയിരുന്നേ. അല്ല ആ താരയെന്ന് പറയുന്ന സ്ത്രീ ഇപ്പൊ നിന്നെ കാണാൻ വരാറില്ലെന്ന് ചോദിക്കുക. അവരുടെ പേര് പോലും പറഞ്ഞു പോയേക്കല്ലെന്ന് പറയാ. അതെന്താ കുഴപ്പം? അല്ല അവരുടെ മോളാന്ന് പറഞ്ഞോണ്ടല്ലേ അവര് വരുന്നേ, അതിനകത്ത് സത്യമുണ്ടെന്ന് എനിക്ക് തോന്നേ. സത്യമല്ല, സത്യം ഉണ്ടെന്നല്ല, അത് തന്നെയാണ് സത്യം. താരയുടെ മോളാ നീ എന്ന് പറയാ. ഇത് കേട്ടതും സരുവിനൊക്കെ ദേഷ്യം. അനാവശ്യം പറഞ്ഞു, നിന്റെ കാരണത്തെ ഞാൻ അടിക്കൂന്ന് പറയണ. എന്നാ അത് കൊള്ളാലോ കൊച്ചെ, നല്ല കഥയായല്ലോ, അന്ന് അത് കണ്ടിട്ട് തന്നെ കാര്യം. നീ താരയുടെ മോളാന്നുള്ള സത്യം രാഹുലിനും അറിയാം എന്ന് പറയാണ്. പക്ഷെ നിന്റെ അമ്മയ്ക്ക് മാത്രം അറിയത്തില്ല എന്ന് പറയാം. ഇത് കേട്ടതും ദേഷ്യം വന്നിട്ട് സരയു പറഞ്ഞു, ആൻറ്റി ഞാൻ പോവാട്ടോ, ഇനി ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ ശരിയാകത്തില്ലെന്ന് പറയാം. അങ്ങനെ ഇങ്ങോട്ട് ചെല്ല്. പിന്നെ ഒരു കാര്യം, ഞാൻ ഇവിടെ ഉള്ളപ്പോൾ നിന്നെ മേലെ ഇവിടെ കണ്ടുപോയേക്കല്ലേ, ഞാനും എൻ്റെ മക്കളും ഒക്കെ ഇവിടെ വരും. ആ സമയത്ത് ഒരു ശല്യമായിട്ട് ഇങ്ങോട്ട് കടന്നു വന്നേക്കല്ലേ, പറഞ്ഞൊക്കെ ഓർമ്മയുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് അങ്ങ് ചന്ദ്രസേന കയറി പോവാണ്. സരുവിന് ദേഷ്യപ്പെട്ട് അങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങി പോവാണ്. അങ്ങനെ പോയി കഴിഞ്ഞപ്പം രൂപ ചന്ദ്രസേനോട് പറഞ്ഞു, അവളുടെ സ്വഭാവം അറിയാലോ, എനിക്ക് അതൊക്കെ അറിയാം, അതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞെന്ന് പറയാം. പക്ഷെങ്കിൽ നമ്മൾ തമ്മിലൊരു നാടകമാണെന്ന് വിചാരിച്ച് അവളെ ഇരിക്കുന്നത്. പക്ഷെ ഒറിജിനലാന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവളുടെ ഈ സ്വഭാവമൊന്നും ആയിരിക്കില്ല, മിക്കവാറും അവളുടെ ഭദ്രകാളിയായിട്ട് മാറുമെന്ന് പറയാം. ഇത് കേട്ടപ്പം ചന്ദ്രസേനൻ പറയും, അവള് ഭദ്രകാളിയോ എന്ത് കാളി വേണമാട്ടെ, എന്റെ മുന്നിൽ അവളുടെ അടവൊന്നും നടക്കാൻ പോകുന്നില്ല. അവൾക്കുട്ടുള്ള പണി ഇനി കൊടുക്കാൻ പോകുന്നുള്ളൂ. താരേനെ ഓർത്ത് മാത്രം ഇത്ര നാൾ ക്ഷമിച്ചേ. പക്ഷെ ഇനി അവളുടെ ദുഷ്ടത്തരമാണെങ്കിൽ ഇതങ്ങനെ വെറുതെ വേണമായിട്ട് ഞാൻ ഉദ്ദേശിച്ചിട്ടില്ലെന്ന് പറയാണ്. പിന്നീട് കാണിക്കുന്ന സോണിയും കല്യാണിയും കൂടെ ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിച്ചിട്ട് തിരിച്ചിറങ്ങുവാണ്. അങ്ങനെ മടങ്ങണ സമയത്താണ് ഒരു കാറ് വന്ന് നിൽക്കുന്നത്. ആ കാറിനകത്തുനിന്ന് ആ പെൺകുട്ടി അങ്ങോട്ട് ഇറങ്ങുവാണ്. അങ്ങനെ നേരെ ക്ഷേത്രത്തിലേക്ക് അങ്ങ് കയറി ചെല്ലുമ്പോൾ സോണിനെയും കല്യാണിനെയും കണ്ടു. പെട്ടെന്ന് അവരെ ഇങ്ങനെ നോക്കുവാണ്. നല്ല കാണാനൊക്കെ നല്ല സുന്ദരി പെൺകുട്ടിയാണ്. അങ്ങനെ നോക്കി കഴിഞ്ഞപ്പോൾ കല്യാണിന്റെ കയ്യിൽ ക്ഷേത്രത്തിനിടെ പൂജ ചെയ്ത് കിട്ടിയ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അവർക്ക് നേർക്ക് നേരെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും പെട്ടെന്ന് അവരെന്ത് ചെയ്യുവാണ്, പോയി പതുക്കെ കൈക്കോട്ട് തട്ടുവാണ്. അറിയത്തില്ലാത്ത മടി അങ്ങ് തട്ടിയിട്ട് പോകുമ്പോൾ കല്യാണിന്റെ കയ്യിലിരുന്ന പൂക്കൂടെ എല്ലാം കൂടെ താഴേക്ക് ചാടി. സോണിയും കല്യാണി പെട്ടെന്ന് അതെടുക്കാൻ തുടങ്ങിയപ്പോൾ അവർ പറഞ്ഞു, സോറി കേട്ടോ, അറിയാതെ പറ്റിപ്പോയതാ. പിന്നീട് അവരും കൂടി ചേർന്ന് ആ പൂവൊക്കെ കോരി കൊട്ടയിലേക്ക് ഇടാൻ തുടങ്ങുകയാണ്. ഈ സമയം കല്യാണി പറഞ്ഞാൽ അത് കുഴപ്പമൊന്നുമില്ല, ഇത് ദേവിക്ക് കൊടുത്തതിന്റെ ബാക്കി, അതുകൊണ്ട് പ്രശ്നമില്ല, ദേവിക്ക് സമർപ്പിച്ചതിന്റെ ബാക്കിയാന്ന് പറയാം. ശരി സോറി കേട്ടോ, എന്നോട് ക്ഷമിക്കണം കേട്ടോ എന്ന്. എന്തിനാ ഇങ്ങനെ ക്ഷമ അറിയണ്ടേ, അതിന്റെ ആവശ്യമൊന്നുമില്ല. എന്നാൽ ശരിയെന്ന് പറഞ്ഞ് ഇവർ രണ്ടുപേരും കൂടെ പോവാണ്. ഈ സമയത്ത് ആ പെൺകുട്ടി ഇവരെ തന്നെ തിരിഞ്ഞു നോക്കി ഒരു ചിരിയൊക്കെ ചിരിച്ച് നേരെ ക്ഷേത്രത്തിനകത്തേക്ക് കയറി പോവാ. അപ്പൊ അതിൽ നിന്ന് ഒരു കാര്യം മനസ്സിലാക്കാം, കല്യാണിന്റെ സോണിയുടെ ശത്രുവല്ല വന്നിരിക്കുന്നത്. പിന്നീട് കാണിക്കുന്ന ബാലനും വർക്ക്ഷോപ്പിൽ വണ്ടിയൊക്കെ നന്നായിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ആ കാറ് വന്ന് നിൽക്കുന്നത്. ആ കാറിനകത്തുനിന്ന് ഒരാളിങ്ങോട്ട് ഇറങ്ങുവാണ്. അപ്പൊ മുമ്പ് ബാലനെ കാണാൻ വന്ന ആ പെൺകുട്ടിയായിരുന്നത്. ഒരു ജോലിയുടെ കാര്യം പറഞ്ഞുകൊണ്ട് ഒരു ജോലിക്കാരനെ ആവശ്യമുണ്ട് ഡ്രൈവറായിട്ട്. അങ്ങനെ പെൺകുട്ടി ഇറങ്ങാൻ നേരത്ത് പെൺകുട്ടി പറഞ്ഞു, തൻ്റെ ഇതിലെ കഥയിലെ 2 കഥാപാത്രങ്ങളെ കണ്ടു, പക്ഷെ ഇനി അടുത്ത ആളെ കാണാനായിട്ട് പോവാണ് എന്നും പറഞ്ഞുകൊണ്ടാണ് അവർ മനസ്സിൽ പറഞ്ഞിട്ട് അവരെങ്ങോട്ട് ഇറങ്ങുന്നത്. അങ്ങനെ പെൺകുട്ടി വന്ന് പറഞ്ഞു, ആഹാ രാവിലെ തന്നെ വന്നോ, ഞാൻ ഡ്രൈവറെ ഏർപ്പാടാക്കിയിട്ടുണ്ടെന്ന് പറയാം.
കൊള്ളാവോ, നല്ല ഡ്രൈവറാണോ? കുഴപ്പമൊന്നുമില്ല. അവൻ കുറെ നാളെ ഇവിടെ ജോലി ചെയ്താ. പ്രകാശൻ എന്നാ പേര്. പക്ഷെ ഒന്ന് രണ്ട് അറ്റാക്കൊക്കെ വന്നാന്ന് പറയാം. പെട്ടെന്ന് ആ പെൺകുട്ടി പറഞ്ഞു, അറ്റാക്കോ? അതൊന്നും കുഴപ്പമില്ലാന്ന് പറയാ. എന്താണ്, നിങ്ങളെ എവിടെയെങ്കിലും കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ തിരിച്ച് ആ കൊണ്ടുവന്ന സ്ഥലത്ത് തന്നെ എത്തിക്കുന്ന ഉറപ്പാ. കാരണം അവൻ ഡ്രൈവറും കൂടെ ഒരു മെക്കാനിക്കും കൂടെ ആണ്, ഡ്രൈവറെ കൂടാതെ. അതുകൊണ്ട് വണ്ടി വഴി കിടന്നാലും എന്തെങ്കിലുമൊക്കെ റിപ്പയർ ചെയ്ത് ഉദ്ദേശിച്ച സ്ഥാനത്ത് തന്നെ എത്തിക്കും എന്ന് പറയാം. ഇത് കേട്ടപ്പോൾ പെൺകുട്ടി പറഞ്ഞു, എനിക്കും ഇത്രക്കാരെയാണ് ആവശ്യം എന്ന് പറയാം. ഇങ്ങനെയുള്ള ആത്മാർത്ഥയോടെ ജോലി ചെയ്യുന്ന ആൾക്കാരെ വേണം എനിക്ക് വേണ്ടേന്ന് പറയാം. പിന്നെ വേറൊരു കാര്യമുണ്ട് കേട്ടോ, അവൻ അറ്റാക്കൊക്കെ വന്നുകൊണ്ട് ഇനിയിപ്പം വണ്ടി പണി മുടക്കിയാൽ കുഴപ്പമില്ല, പക്ഷെ അവൻ പണി മുടക്കിയിട്ടുണ്ടെ പ്രശ്നമാവെന്ന് പറയാം. ആ പെൺകുട്ടി, അതൊന്നും കുഴപ്പമില്ല, എന്റെ കൂടെ വെച്ച് എന്തെങ്കിലും സംഭവിച്ചാൽ പോലും ഞാൻ അദ്ദേഹത്തെ ഞാൻ പൊന്നുപോലെ നോക്കി ഞാൻ മരുന്നൊക്കെ മേടിച്ചു കൊടുത്തോളാം. അത് ഓർത്ത് ചേട്ടന് ഒരു വിഷമം വേണ്ടെന്ന് പറയാം. അല്ല, പൈസയുടെ കാര്യമൊക്കെ എങ്ങനെ? പൈസയുടെ കാര്യത്തിൽ ഒരു കുഴപ്പം വരില്ല ഏട്ടാ. അയാൾ ഉദ്ദേശിക്കുന്നേക്കാളും കൂടുതൽ പണം ഞാൻ അയാൾക്ക് കൊടുത്തേക്കാം. പിന്നെ വിസിറ്റിംഗ് കാർഡ് എടുത്ത് കൊടുക്കുവാണ്, ഇത് വെച്ചോ, എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് കൊടുക്കുവാണ്. പിന്നീട് അവരങ്ങോട്ട് പോയി കാറിലേക്ക് കയറുക. കാറിലേക്ക് കയറി കഴിഞ്ഞപ്പം ബാലയുടെ മനസ്സിൽ പറയും, എൻ്റെ ദൈവമേ, ഇതെനിക്ക് കുരിശാവാതിരുന്നാൽ മതിയായിരുന്നു. പ്രകാശൻ ആ ജോലി വാങ്ങിച്ചു കൊടുക്കാൻ പോകുന്നത്, അങ്ങനെ വന്ന അവസാനം തനിക്ക് കുരിശാകത്തേ ഉള്ളൂ. അങ്ങനെ പെൺകുട്ടി കാറെ കയറി ഇരുന്നിട്ട് ഇങ്ങനെ ഒരു ക്രൂരമായ ചിരിയോടെ ഇങ്ങനെ ഇരിക്കുവാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ കണ്ടേ. അപ്പൊ അതിൽ നിന്നൊരു മനസ്സിലായി പ്രകാശൻ ശത്രു തന്നെയാന്നുള്ള കാര്യം. അപ്പൊ ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഇതിന്റെ വൈകുന്നേരത്തെ പ്രൊമോ വിശേഷമായിട്ട് ഞാൻ വരും കേട്ടോ. അപ്പൊ മറക്കാതെ എല്ലാം കയറി കാണണം. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.